അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ, അതായത് നമ്മൾ ശത്രുവിൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് പോകേണ്ട, ശത്രു മദീനയിലേക്ക് ഇരച്ചു കയറട്ടെ, അപ്പോൾ നമുക്ക് കശാപ്പ് ചെയ്യാം, കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾക്ക് അതിനോട് ഇഷ്ടവും മതിപ്പും തോന്നി. അയാളാണ് കൈ ഉയർത്തിയത്. അത് മറ്റാരുമല്ല, മദീനയിലെ മുനാഫിക്കുകളുടെ നേതാവായിരുന്ന അബ്ദുള്ള ബിൻ ഉബൈ ഇബ്നു സലൂലായിരുന്നു. ഖസ്റജുകളുടെ നേതാവ് എന്ന നിലക്കാണ് അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നബിയെ, എൻ്റെയും അഭിപ്രായം അതാണ്. നമ്മൾ ഒരിക്കലും അങ്ങോട്ട് യുദ്ധ തന്ത്രങ്ങളുമായി, യുദ്ധ ഒരുക്കങ്ങളുമായി അങ്ങോട്ട് പോകേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങോട്ട് വന്നാൽ മാത്രം നമുക്ക് അവരെ കൈകാര്യം ചെയ്യാം. എൻ്റെയും എൻ്റെ വംശം ഖസ്റജിൻ്റെയും അഭിപ്രായം അതാണ്. സത്യത്തിൽ അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സലൂൽ എന്ന കപടവിശ്വാസി തൻ്റെ ഈ അഭിപ്രായ പ്രകടനത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് മുസ്ലിമീങ്ങളോടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള അന്ധമായ വൈരമാണ്. കാരണം എന്താണെന്നറിയാമോ? മദീനയിലേക്ക് മക്കൻ സൈന്യം ഇരച്ചു കയറിയാൽ പിന്നെ ആ സൈന്യം മദീനയുടെ ഊടുവഴികളിൽ പരക്കുകയായിരിക്കും. അങ്ങനെ വന്നാൽ അവരെ ഒറ്റയടിക്ക് നേരിടാൻ കഴിയില്ല. തുറസ്സായ യുദ്ധക്കളത്തിൽ നേരിടുമ്പോൾ അങ്ങനെയല്ല. അവരെ ക്ലിപ്തപ്പെടുത്താൻ കഴിയും, അവരെ നേരിട്ട് ആക്രമിക്കാൻ കഴിയും. അങ്ങനെ ഒരു അവസരം ഉണ്ടാവാതെ പോകും അവർ മദീനയിലേക്ക് ഇരച്ചു കയറട്ടെ എന്ന് വെച്ചാൽ. ഇത് അവിടെ കൂടിയ പ്രധാനികളായ എല്ലാവർക്കും അറിയാമായിരുന്നു. എന്താണ് അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ തൻ്റെ മനസ്സിൽ ഒളിപ്പിക്കുന്നത് എന്ന് അവർക്കെല്ലാവർക്കും പകൽ പോലെ വെളിച്ചമായിരുന്നു. അതായത് പകൽ വെളിച്ചം പോലെ അവർക്ക് മനസ്സിലാകുന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് പ്രധാനികളായ സഹാബിവര്യന്മാർ ഒറ്റ സ്വരത്തിൽ എന്ന പോലെ ഇത് കേട്ടപ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, മഹാനായ നബിയെ, ഞങ്ങൾക്കൊരഭിപ്രായമുണ്ട്. ആ എഴുന്നേറ്റ് നിന്നവരിൽ പലരും വളരെ പ്രധാനികളായിരുന്നു എന്ന് മാത്രമല്ല, അവരിൽ പലരും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത ആൾക്കാരുമായിരുന്നു. അതിനുള്ള അവസരം ഉണ്ടാവാത്ത ആളുമായിരുന്നു. അതുകൊണ്ട് മഹാനായ നബിയെ, ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അങ്ങനെ ഒരു സമയം ആസന്നമായാൽ അവിടെ അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവാർപ്പണം ചെയ്യാൻ സർവസജ്ജരായി നിൽക്കുന്നവരുമാണ് ഞങ്ങൾ. അതുകൊണ്ട് ആ പറഞ്ഞ അഭിപ്രായം, അങ്ങ് പ്രകടിപ്പിച്ച അഭിപ്രായം, അബ്ദുള്ള പിന്താങ്ങിയ അഭിപ്രായം, അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ഞങ്ങൾ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. നമുക്ക് പുറപ്പെടാം. ശത്രുവിൻ്റെ കൂടാരത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോകാം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണ് ഞങ്ങൾ അഭിലഷിക്കുന്നത്, അതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. പ്രമുഖരായ സഹാബിവര്യന്മാർ ഏകകണ്ഠരായി അങ്ങനെ പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധ്യപ്പെട്ടു അത് തന്നെയാണ് ശരി എന്നത്. അധികം താമസിയാതെ ജുമാ നിസ്കാരത്തിനുള്ള സമയമായി. ജുമാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുയായികളായ സഹാബിവര്യന്മാർക്ക് വലിയ ഉപദേശം നൽകി. ആ ഉപദേശത്തിൻ്റെ എല്ലാം, ആ ഉത്ബോധനത്തിൻ്റെ എല്ലാം കേന്ദ്ര വിഷയം ജിഹാദായിരുന്നു, ജിഹാദിൻ്റെ മഹത്വമായിരുന്നു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം ദീർഘമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അസർ നിസ്കാരത്തിൻ്റെ സമയമായി. അസർ നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും മസ്ജിദുൻ നബവിയുടെ മുമ്പിൽ ആയുധധാരികളായ സഹാബിമാരുടെ വലിയൊരു പുരുഷാരം കാണപ്പെട്ടു. മദീനയിലെ അൽ അവാലി തുടങ്ങിയ വിദൂര ദിക്കുകളിൽ നിന്ന് മഹാനായ നബിയോടൊപ്പം ഉഹദിലേക്ക് പുറപ്പെടാൻ വേണ്ടി എത്തിയിരിക്കുന്ന സജ്ജരായ സഹാബിവര്യന്മാരുടെ തിരക്കായിരുന്നു അത്. അത് കണ്ടപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. നബിയോടൊപ്പം നബിയുടെ രണ്ട് വലങ്കയ്യുകളായിരുന്ന
അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ അവരും കയറിപ്പോയി. പിന്നെ അവർ നബിക്ക് പ്രൗഢമായ വസ്ത്രം ധരിപ്പിച്ചു, പ്രൗഢിയുള്ള തലപ്പാവ് ധരിപ്പിച്ചു, 2 പടയങ്കികൾ മഹാനായ നബിയെ ധരിപ്പിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം വാളെടുത്തു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടെ സഹാബിമാരുടെ യുദ്ധസജ്ജരായ സഖാക്കളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. അത് കണ്ടപ്പോൾ മദീനയുടെ 2 നേതൃത്വങ്ങളായിരുന്ന സഅദ് ബിൻ ഉബാദ് റളിയല്ലാഹു അൻഹുവും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹും ഒരേ സ്വരത്തിൽ സഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാണ് ഈ ചെയ്തത്? മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ അങ്ങോട്ട് പുറപ്പെടണ്ട എന്ന് അഭിപ്രായപ്പെട്ട ആളായിരുന്നുവല്ലോ. നിങ്ങൾ നബിയെ നിർബന്ധിച്ചു. എന്തിനാണ് നബിയെ നിർബന്ധിച്ചത്? നബിയെ എന്തിനാണ് നിങ്ങൾ വിഷമിപ്പിച്ചത്? അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ സഹാബിമാർക്കും വിഷമമായി. അവർ വന്ന് നബിയോട് പറഞ്ഞു, നബിയെ, ഞങ്ങളങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങ് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് അഭിപ്രായം രേഖപ്പെടുത്തിയതിൽ, നിർദ്ദേശം മുന്നോട്ട് വെച്ചതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. നബിയെ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വേണമെങ്കിൽ ചെയ്യാം. അവരൊന്നടങ്കം പറഞ്ഞു നോക്കി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുദ്ധത്തിന് വേണ്ടി പടയങ്കി ധരിച്ച ഒരു പ്രവാചകൻ യുദ്ധം ചെയ്യാതെ പടയങ്കി അഴിച്ചു വെക്കാൻ പാടില്ല, തിരിച്ച് വീട്ടിലേക്ക് കടക്കാൻ പാടില്ല. അതുകൊണ്ട് ബിസ്മില്ലാ, പുറപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.